ഹരേ കൃഷ്ണ. നമുക്കിനിയും 17ാമത്തെ ശ്ലോകം നോക്കാം. വിപ്രാമന്ത്രവിദോ യുക്താസ്തൈര്യാ പ്രോക്താസ്തഥാശിഷ താ നിഷ്ഫലാ ഭവിഷ്യന്തി ന കദാചിദപി സ്ഫുടം. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. വിപ്ര എന്ന് പറഞ്ഞാൽ വിപ്രന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ. മന്ത്രവിദഃ, എങ്ങനെയുള്ള വിപ്രന്മാർ? മന്ത്രങ്ങളെ അറിയുന്നവർ. മന്ത്രവിദഃ, മന്ത്രങ്ങളെ നന്നായി അറിയുന്നവരായിട്ടുള്ള മന്ത്രജ്ഞരായിട്ടുള്ള ബ്രാഹ്മണർ. യുക്താസ്തൈര്യ, യുക്താഹ തൈഹി യാഹ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് യുക്താസ്തൈര്യ. യുക്ത എന്ന് പറഞ്ഞാൽ ദൈവവിചാരമുള്ളവർ, ഭഗവത് ഭക്തരായിട്ടുള്ളവർ. തൈഹി, അങ്ങനെ അവരാൽ. യാ എന്ന് പറഞ്ഞാൽ യാതൊരു. അപ്പോൾ ഇവിടെ പറയാണ് മന്ത്രങ്ങളെ അറിയുന്ന മന്ത്രജ്ഞരായിട്ടുള്ള ബ്രാഹ്മണർ, ഭഗവത് ഭക്തന്മാരാണവർ. അവരാൽ പ്രോക്താസ്തഥാശിഷഃ, പ്രോക്താഹ തഥാ ആശിഷഃ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് പ്രോക്താസ്തഥാശിഷഃ. പ്രോക്ത എന്ന് പറഞ്ഞാൽ പ്രയോഗിക്കപ്പെട്ട. തഥാശിഷഃ, തഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ, അവിടെ അതേ തരത്തിൽ, അതേ വിധത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ് തഥ എന്നുള്ള. അവിടെ അതേ വിധത്തിൽ. ആശിഷഃ എന്ന് പറഞ്ഞാൽ ആശിസ്സുകൾ. താ നിഷ്ഫല, താ എന്ന് പറഞ്ഞാൽ അവയെല്ലാം നിഷ്ഫലാഹ, ഫലമില്ലാത്തവയായിട്ട്, നിഷ്ഫലമായിട്ട്. ഭവിഷ്യന്തി എന്ന് പറഞ്ഞാൽ ഭവിക്കുക. ന എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോൾ ന ഭവിഷ്യന്തി, ഭവിക്കുകയില്ല. കദാചിദപി സ്ഫുടം, കദാചിദപി എന്ന് പറഞ്ഞാൽ കദാചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ. കദാചിദപി ഒരിക്കലും. സ്ഫുടം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, സ്പഷ്ടമാണ്. അതായത് ഈ മന്ത്രജ്ഞരായിട്ടുള്ള ഈ ബ്രാഹ്മണർ, അവരാകട്ടെ ഭഗവാനെ അവിടുത്തെ വലിയ ഭക്തന്മാരുമാണ് ഈ ബ്രാഹ്മണരെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരാൽ പ്രയോഗിക്കപ്പെട്ട ഈ ആശിസ്സുകൾ, ഇവിടെ ഭഗവാന് ഈ ഉണ്ണിക്കണ്ണന് ധാരാളം ആശിസ്സുകളൊക്കെ ചൊരിഞ്ഞിട്ടുണ്ടല്ലേ. രക്ഷകളൊക്കെ ചെയ്തതിന് ശേഷം ആശിസ്സുകളൊക്കെ ചൊരിഞ്ഞു എന്ന് നമ്മൾ കണ്ടിരുന്നു. ഈ ആശിസ്സുകളൊക്കെ ഈ ബ്രാഹ്മണരാൽ ചെയ്യപ്പെട്ട ഈ ആശിസ്സുകൾ, മന്ത്രജ്ഞരായിട്ടുള്ള ഭഗവത് ഭക്തരായിട്ടുള്ള ഈ ബ്രാഹ്മണരാൽ ചെയ്യപ്പെട്ട ഈ ആശിസ്സുകളൊന്നും ഒരിക്കലും തന്നെയും നിഷ്ഫലമായി പോവുകയില്ല എന്നുള്ളത് സ്ഫുടം, സ്പഷ്ടമാണ്, ഉറപ്പാണ്. ഇവിടെ ഇത് പറയുന്നത് നോക്കൂ, വ്യാസഭഗവാൻ ഇത് ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെ ഉള്ള ഒരു ആശിസ്സുകളും ഈശ്വര വിശ്വാസമുള്ളവരാൽ നൽകപ്പെടുന്ന അനുഗ്രഹാശിസ്സുകൾ, മന്ത്രജ്ഞരായിട്ടുള്ള വേദജ്ഞരായിട്ടുള്ള ബ്രാഹ്മണരാൽ നൽകപ്പെടുന്ന ഒരു ആശിസ്സുകളും നിഷ്ഫലമായി പോവുകയില്ല എന്ന് വ്യാസഭഗവാൻ തന്നെ ശ്രീശുക മഹർഷിയെ കൊണ്ട് ഉറപ്പിച്ചു പറയിക്കുകയാണ്. അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് ഭഗവാനെ അവിടുത്തെ ഭക്തർക്ക്. അതുകൊണ്ടാണ് അവിടുത്തെ ഭക്തരാൽ നൽകപ്പെടുന്ന ആശിസ്സുകൾക്കും അനുഗ്രഹങ്ങൾക്കും ഇത്രയേറെ ഉറപ്പുള്ളത്, മഹത്വമേറുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. വിപ്രാമന്ത്രവിദോ യുക്താസ്തൈര്യാ പ്രോക്താസ്തഥാശിഷ താ നിഷ്ഫലാ ഭവിഷ്യന്തി ന കദാചിദപി സ്ഫുടം. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. യുക്താസ്തൈര്യാ, അവിടെ അത് ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. അവിടെ യാ എന്നുള്ളിടത്ത് വിസർഗവുമുണ്ട്, ദീർഘവുമുണ്ട്. അതുപോലെ യുക്താഹ തൈഹി, അവിടെ സ ജോയിൻ ചെയ്യാൻ വന്നതാണ്, പക്ഷെ വായിക്കുമ്പോൾ ചേർത്ത് തന്നെ വായിക്കുക. യുക്താസ്തൈര്യ. പിന്നെ പ്രോക്താസ്തഥാശിഷഃ, തഥാ ആശിഷഃ ആണ് അകാരം നീട്ടിയെടുക്കുക. അതേപോലെ
ആശിഷഃ അവിടെ വിസർഗവുമുണ്ട്, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് രണ്ടാമത്തെ വരിയിൽ കഥാചിതപി, കഥാചിത അപിയാണ്. അപ്പോൾ ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. ഏകദാരോഹമാരൂഢം ലാളയന്തി സുതം സതി ഗരിമാണം ശിശോർവോഢും ന സേഹേ ഗിരികൂടവത്. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഏകദാരോഹമാരൂഢം, ഏകദാ, ആരോഹം, ആരൂഢം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഏകദാരോഹമാരൂഢം. ഏകദ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, ആരോഹം എന്ന് പറഞ്ഞാൽ ഉത്സംഗത്തെ, അഥവാ ഇങ്ങനെ നമ്മൾ മടിയിൽ കയറി ഇരിക്കുന്നതിനെ ആരോഹം എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ മടിയിൽ കയറി ഇരിക്കുക, ആരൂഢം എന്ന് പറഞ്ഞാൽ കയറിയിരിക്കുക. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ മടിയിൽ കയറിയിരിക്കുന്ന സുതം, പുത്രനെ, ലാളയന്തി, ഇങ്ങനെ ലാളിക്കുന്നതായിട്ട്, ലാളിക്കുന്നവളായിട്ട്, സതി, ഇവിടെ സതി എന്നുള്ളത് പതിവ്രത എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ആ ഒരു യശോദാമ്മയുടെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സതി എന്നുള്ള വാക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ വ്യാസഭഗവാൻ പ്രയോഗിച്ചിരിക്കുന്നത്. കാരണം യശോദാമ്മ അത്രമാത്രം പരിപാവനയായ സ്ത്രീരത്നമായിരുന്നു. ആ ഒരു പാതിവൃത്യത്തിൻ്റെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സതി എന്ന വാക്കുകൊണ്ട് യശോദാമ്മയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മടിയിൽ കയറിയിരുന്ന ആ തൻ്റെ പൊന്നുണ്ണിക്കണ്ണനെ, തൻ്റെ പൊന്നോമനയെ ലാളിക്കുന്നവളായിരുന്ന ആ സതിയായ പതിവ്രതയായ യശോദാമ്മ, ശിശോഹോ എന്ന് പറഞ്ഞാൽ ശിശു, തൻ്റെ ശിശുവിൻ്റെ, തൻ്റെ ഉണ്ണിയുടെ, തൻ്റെ ആ കണ്ണൻ്റെ, ഗിരികൂടവത്, ഗിരി എന്ന് പറഞ്ഞാൽ പർവ്വതം, ഗിരികൂടവത്, ആ കൂടം എന്ന് പറഞ്ഞാൽ ആ പർവ്വതത്തിൻ്റെ ശിഖരം പോലെ എന്ന് പറയും. ഇവിടെ പർവ്വതത്തിൻ്റെ ശിഖരം പോലെയുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ആ തൻ്റെ മടിയിൽ കയറിയിരുന്ന ആ ഉണ്ണിയുടെ ഭാരം വല്ലാതെ കൂടുന്നതായിട്ട്, അപ്പോൾ ആ പർവ്വതം പോലെ അങ്ങോട്ട് ഭാരം കൂടുന്നതായിട്ട് ഒരല്പം ആലങ്കാരികമായിട്ട് ഇവിടെ വ്യാസഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്. ഗിരികൂടവത്, ആ പർവ്വത ശിഖരം പോലെ അങ്ങോട്ട് ഭാരം കൂടുന്നതായിട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. പർവ്വതം പോലെ പറയുകയാണ്. സുതം സതി ഗരിമാണം, ഗരിമാണം എന്ന് പറഞ്ഞാൽ ഈ ഭാരത്തെ, ഗരിമയെ എന്ന് പറഞ്ഞാൽ ഈ ഒരു തൻ്റെ ഉണ്ണിക്ക് വല്ലാതെ ഭാരം കൂടുന്നതായിട്ട്, ശിശോർവോഢും, ശിശോഹോ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ, വോഢും എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് സഹിക്കാൻ, തനിക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റാത്തതായിട്ട്, തനിക്ക് എടുക്കുമ്പോൾ ഭാരം തനിക്ക് എടുക്കാൻ കഴിയുന്നതിലും കൂടുന്നതായിട്ട്, ന സേഹേ എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ, തനിക്ക് എടുക്കാനേ പറ്റുന്നില്ല തൻ്റെ ഉണ്ണി, അത്രമാത്രം അങ്ങോട്ട് ഭാരം കൂടുന്നതായിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗിരികൂടവത്, അതങ്ങോട്ട് ആ പർവ്വതത്തിൻ്റെ ശിഖരം പോലെ എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഭയങ്കരമായിട്ട് തൻ്റെ ഉണ്ണിക്ക് പെട്ടെന്ന് ഭാരം അങ്ങോട്ട് കൂടിയതായി കണ്ടുകൊണ്ട് തൻ്റെ ഉണ്ണി അങ്ങോട്ട് എടുക്കാൻ കഴിയുന്നില്ലല്ലോ, കയ്യാകെ കടയുന്നല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിചാരം കൊണ്ട് തീരെയും തനിക്ക് അങ്ങോട്ട് സഹിക്കാനാവുന്നില്ല തൻ്റെ ഉണ്ണിയുടെ ഭാരം. ഇതെന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് ഭാരം കൂടിയത്? തൻ്റെ ഉണ്ണിയെ താൻ ലാളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ, പെട്ടെന്ന് എന്താണ് തൻ്റെ കണ്ണനുണ്ണിക്ക് പറ്റിയത് എന്നറിയാതെ. എന്നിരുന്നാൽ പോലും ഒരമ്മ ഉണ്ണിക്ക് തൻ്റെ കുഞ്ഞിന് ഭാരം കൂടുതലായതുകൊണ്ട് അങ്ങോട്ട് തനിക്ക് സഹിക്കാനാവുന്നില്ല എന്ന് തോന്നാറില്ല അല്ലേ? പക്ഷെ ഇവിടെ തനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറം നമുക്ക് ഇനിയും ഇവിടെ ദാമോദര ലീലയൊക്കെ കാണുമ്പോൾ നമുക്ക് പറയുമ്പോൾ കാണാം, യശോദാമ്മ നന്നേ തടിച്ച നല്ല എന്താ പറയുക നല്ല ഒരു ആരോഗ്യമുള്ള ഒരു സ്ത്രീരത്നം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള യശോദാമ്മയ്ക്കും തൻ്റെ ഉണ്ണിയെ കയ്യിലെടുത്ത് പിടിക്കാനാവുന്നില്ല, തൻ്റെ കൈ വേദനിക്കുന്നു, കൈ കടയുന്നു എന്ന് തോന്നുന്ന വിധത്തിലേക്ക് ഈ കൃഷ്ണനുണ്ണിയുടെ ഭാരം അങ്ങോട്ട് വല്ലാതെ വർദ്ധിച്ചു.
അതുകൊണ്ടാണ് പറഞ്ഞത് എന്നാ സ്നേഹി, അങ്ങോട്ട് സഹിക്കാനാവുന്നില്ല, കയ്യിലെടുക്കാനാവുന്നില്ല തൻ്റെ ഉണ്ണിയെ എന്ന് തോന്നിപ്പോയി. എന്നാൽ ഇത്ര നേരവും തൻ്റെ മടിയിലിരുന്ന ഈ കുട്ടിയെ, ഈ ഉണ്ണിയെ താൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ, ലാളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. യശോദാമ്മയ്ക്ക് ആകെ ഒരു മനസ്സിലാകെ ഒരു ചാഞ്ചല്യമായി. ഇവിടെ ഈ ഒരു ശ്ലോകം മുതൽ ഇനിയും നമുക്ക് ഭഗവാന്റെ തൃണാവർത്തവധം എന്ന ഒരു ലീലയാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അതിനുള്ള ഒരു തുടക്കമായിട്ടാണ് പറഞ്ഞത്. ഏകദേശം ഒരു വയസ്സ് പ്രായമുള്ളപ്പോഴത്തെ കഥയാണ്. നമ്മളിപ്പോൾ തൊട്ടു മുൻപ് ശകടാസുരവധം കഴിഞ്ഞു. അത് നമ്മൾ പറഞ്ഞിരുന്നു 3ാമത്തെ പക്കപ്പിറന്നാളിനായിരുന്നു അത് നടന്നതെന്ന്. അത് കഴിഞ്ഞു. ഇപ്പോൾ ഉണ്ണി വീണ്ടും വളർന്നു. എന്നാൽ പോലും 1 വയസ്സുള്ള ഉണ്ണിയെ എടുക്കാനുള്ള ആരോഗ്യവും ഒക്കെ ഉള്ള യശോദാമ്മയ്ക്ക് ആ 1 വയസ്സ് ഏകദേശം പ്രായമുള്ള സമയത്താണ് ഈ ഉണ്ണി ഓടി വന്ന് മടിയിൽ കയറി ഇരിക്കുമ്പോൾ യശോദാമ്മ ഉണ്ണിയെ എടുത്ത് ലാളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് തൻ്റെ ഉണ്ണിയെ തനിക്ക് എടുക്കാൻ കഴിയുന്നതിലും അപ്പുറമായിട്ട്, അതായത് ഒരു പർവ്വതത്തെ എടുത്ത് മടിയിൽ വെച്ചതുപോലെ, ഗിരികൂട്ടവത് എന്നാ പറഞ്ഞു, ഒരു പർവ്വതത്തെ എടുത്ത് മടിയിൽ വെച്ചതുപോലെ ഭാരം വല്ലാതെ തൻ്റെ ഉണ്ണിക്ക് കൂടിയപ്പോൾ ആ ഉണ്ണിയെ പതുക്കെ അങ്ങോട്ട് താഴേക്ക് ഇറക്കി വെക്കുകയാണ് ഇനിയിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കഥയാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. വല്ലാതെ അങ്ങോട്ട് യശോദാമ്മയ്ക്ക് സഹിക്കുന്നില്ല തൻ്റെ ഉണ്ണിയെ കയ്യിലെടുക്കാൻ. ഇവിടെയും ഭഗവാന്റെ ഒരു കാരുണ്യമാണെന്നേ പറയാവൂ നമുക്ക്. കാരണം ഇല്ലെങ്കിൽ ഒരു പക്ഷേ ആ ഒരു തൃണാവർത്തൻ്റെ ആ ഒരു വൈഭവം കൊണ്ട് ചിലപ്പോൾ യശോദാമ്മയുടെ മടിയിലായിരുന്നു ഉണ്ണി ഇരുന്നിരുന്നതെങ്കിൽ തൻ്റെ അമ്മയായ യശോദാമ്മയ്ക്കും എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ എന്ന് ഭയന്നുകൊണ്ട് ഭഗവാൻ സ്വയം അങ്ങോട്ട് ഭാരം കൂട്ടി തൻ്റെ അമ്മയെ, തൻ്റെ പോറ്റമ്മയെ രക്ഷിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. അതിനു വേണ്ടിയിട്ടാണ് യശോദാമ്മയുടെ മടിയിലിരുന്നുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് ഭാരം കൂട്ടുന്ന അമ്മയോടുള്ള കാരുണ്യം നോക്കണേ. ആ പോറ്റമ്മയോട് പോലും ഭഗവാൻ കാട്ടുന്ന ഒരു കാരുണ്യം. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏകദാരോഹമാരൂഢം ലാളയന്തി സുതം സതീം ഗരിമാണം ശിശോർവോഢും ന സേഹേ ഗിരികൂട്ടവത്. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏകദാ ആരോഹമാരൂഢം, ഏകദാ ആരോഹമാണ്, അതുകൊണ്ട് ഏകദാരോഹം അവിടെ അകാരം നീട്ടിയെടുക്കുക. അതുപോലെ ആരൂഢം മായ്ക്ക്, ഏകദാരോഹമാരൂഢം അകാരം കൊടുത്ത് വായിക്കാം, മായ്ക്കാം. അത് കഴിഞ്ഞ് ആ ഒരു ഇത്, പിന്നെ ശിശോർവോഢും, അത് ശിശോഹോ വോഢും, അങ്ങനെ 2 വാക്കുകൾ. അത് എളുപ്പമാണെന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. പിന്നെ ഗിരികൂട്ടവത്, അത് കൂട്ടാണ്, ഡാ ആവരുത്, കൂടവതാകരുത്, കൂടവതാകണം. അതും ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ. ഇനി അടുത്തത് 19ാമത്തെ ശ്ലോകം. ഭൂമൗ നിധായ തം ഗോപി വിസ്മിതാ ഭാരപീഡിതാ മഹാപുരുഷമാദധ്യൗ ജഗദാമാസ കർമ്മസു. ഈ ഒരു ശ്ലോകത്തിൽ ഇങ്ങനെ തൻ്റെ മടിയിൽ ഇരുന്ന് വല്ലാതെ കനം കൂടിയ, ഭാരം കൂടിയ തൻ്റെ ഉണ്ണിയെ എന്താണ് ചെയ്തത് എന്നാണ് പറയുന്നത്. യശോദാമ്മ എന്താ ചെയ്തതെന്ന് നോക്കാം. ഭൂമൗ നിധായ തം ഗോപി വിസ്മിത ഭാരപീഡിത. ഭൂമൗ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ, അഥവാ ഈ ഉണ്ണിയെ അങ്ങോട്ട് താഴേക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. നിധായ, നിധായ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറക്കി വെക്കുക. തൻ്റെ മടിയിലിരുന്ന ഉണ്ണിയെ അങ്ങോട്ട് താഴേക്ക് അങ്ങോട്ട് ഭൂമിയിൽ ഇറക്കി വെക്കുക. ഭൂമിയിൽ വെച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തൻ്റെ ഉണ്ണിയെ താഴേക്ക് അങ്ങോട്ട് ഇറക്കി ഇരുത്തി. തൻ്റെ കൈക്ക് ഒട്ടും ആവണില്ല ഇപ്പോൾ ഈ ഉണ്ണിയെ എടുക്കാനായിട്ട്. കൈ ആകെ വേദനിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഉണ്ണിയെ അങ്ങോട്ട് ഇറക്കി വെച്ചു. തം ഗോപി, തം എന്ന് പറഞ്ഞാൽ അവനെ, അതായത് ആ പൊന്നുണ്ണിക്കണ്ണനെ അങ്ങോട്ട് ഇറക്കി വെച്ചു. ഗോപി, ഗോപി എന്ന് പറഞ്ഞാൽ ഇവിടെ ഗോപി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന യശോദാമ്മയാണ്. ആ യശോദാമ്മയെ അങ്ങോട്ട് ഇറക്കി വെച്ചു. പക്ഷെ അപ്പോഴും ആ യശോദാമ്മയുടെ മനസ്സിൽ ചാഞ്ചല്യം വിട്ടുമാറിയില്ല. എന്താ? വിസ്മിതാഭാരപീഡിത. വിസ്മിത, അത്യധികം വിസ്മയപ്പെട്ടവളായി, ആശ്ചര്യപ്പെട്ടവളായി തന്നെയാണ് നിൽക്കുന്നത്. തൻ്റെ ഉണ്ണിക്കിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഈ യശോദാമ്മയ്ക്ക്. ഭാരപീഡിത, ഭാരം കൊണ്ട് പീഡിപ്പിക്കപ്പെട്ട്, അതായത് ഈ ഉണ്ണിയുടെ ഭാരം കൊണ്ട് താൻ വല്ലാതെ കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് ഉണ്ണിയെ താഴേക്ക് ഇറക്കി ഇരുത്തിയത്.
ഒട്ടും മനസ്സില്ല, അങ്ങോട്ട് ലാളിച്ച് കൊത്തി തീർന്നില്ല, മതിയായില്ല തനിക്ക് അങ്ങോട്ട്. പക്ഷേ ഈ ഉണ്ണിയുടെ ഭാരം കൊണ്ടാകട്ടെ തനിക്ക് അങ്ങോട്ട് മടിയിൽ വെച്ചുകൊണ്ടിരിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ട് ഉണ്ണിയെ ഇറക്കി താഴെ വെച്ചുവെങ്കിലും ഉള്ളിലെ ആ ഒരു സന്ദേഹം, എന്താ തൻ്റെ ഉണ്ണിക്കിപ്പോൾ പറ്റിയതെന്ന് അറിയാതെ വിസ്മിത ഭാരപീഡിത, ഈ ഭാരത്താൽ താൻ വല്ലാതെ, ഉണ്ണിയുടെ ഭാരം കൊണ്ട് താൻ വല്ലാതെ കഷ്ടപ്പെടുന്നുവല്ലോ, ഈ കൈക്ക് വല്ലാതെ വേദനിക്കുന്നുവല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ വിസ്മയപ്പെട്ടവളായി. മഹാപുരുഷമാദധ്യവും, മഹാപുരുഷം ആദധ്യവും, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് മഹാപുരുഷമാദധ്യവും. മഹാപുരുഷം എന്ന് പറഞ്ഞാൽ മഹാപുരുഷനെ അഥവാ ആ സാക്ഷാൽ ഭഗവാനെ തന്നെ അല്ലേ. ആ ഭഗവാൻ പൊന്നുണ്ണിയായി മടിയിൽ വന്നപ്പോൾ ആ ഉണ്ണിയെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് സാക്ഷാൽ ഭഗവാനെ തന്നെ, ഏതൊരു ഭഗവാനെയാണ് തൻ്റെ മടിയിൽ നിന്ന് ഇറക്കി വെച്ചത്, ആ ഭഗവാനെ തന്നെ ആദധ്യവും ധ്യാനിച്ചു. എൻ്റെ ഭഗവാനെ അവിടുന്ന് തന്നെ മടിയിലിരിക്കുമ്പോൾ അവിടുത്തെ താഴേക്ക് ഇറക്കി വെച്ചിട്ട് അവിടുത്തെ തന്നെ ധ്യാനിക്കുക. എന്തേ, അവിടുത്തെ ഈ ഒരു ഭാരത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ, പെട്ടെന്നുണ്ടായ ഒരു വർധനവ്, അത് ആ യശോദാമ്മയെ നന്നായി വിസ്മയിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ തന്നെ അങ്ങോട്ട് ധ്യാനിച്ചു. ജഗതാമാസ കർമ്മസു, ജഗതാം ആസ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ജഗതാമാസ. ജഗതാം എന്ന് പറഞ്ഞാൽ ഈ ജഗത്തിൻ്റെ, ഈ ലോകങ്ങളുടെയൊക്കെ ആസ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്തു, കർമ്മസു കർമ്മങ്ങളിൽ. അപ്പോൾ ഇവിടെ പറയുകയാണ് കർമ്മങ്ങളിൽ സ്ഥിതി ചെയ്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, കർമ്മങ്ങളിൽ വ്യാപൃതയായി അങ്ങനെ നടന്നു എന്നർത്ഥം. അതായത് തൻ്റെ ഉണ്ണിയെ തൻ്റെ മടിയിൽ നിന്നും അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് ഇരുത്തിയിട്ട് ഉണ്ണി അവിടെ ഇരുന്ന് കളിക്കട്ടെ, എന്നാലും മനസ്സിലൊരു സന്ദേഹം, തൻ്റെ ഉണ്ണിക്കിപ്പോൾ എന്താ പറ്റിയ, ഇങ്ങനെ ഇപ്പം ഭാരം കൂടിയിട്ട് തൻ്റെ കൈ വേദനിക്കാൻ എന്താ ഉണ്ടായേ ഇപ്പോൾ ഇവിടെ, ഒന്നും മനസ്സിലാവാതെ യശോദാമ്മ ആ ഭഗവാനെ തന്നെ അങ്ങോട്ട് ധ്യാനിച്ചിട്ട് തൻ്റെ കർമ്മങ്ങളിലൊക്കെ മുഴുകി. ആ കർമ്മങ്ങളിൽ മുഴുകുമ്പോഴും ചിന്ത മുഴുവൻ ഭഗവാനെ അവിടുത്തെ ധ്യാനിച്ചുകൊണ്ടാണ് അമ്മ, ആ യശോദാമ്മ കർമ്മങ്ങളിൽ മുഴുകിയത്. നോക്കണേ, ഇങ്ങനെയുള്ള ലീലകളൊക്കെ കാണുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചത് യശോദാമ്മയ്ക്കാണ്. ഭഗവാന്റെ ഈ ബാലലീലകളൊക്കെ കാണുവാൻ, അതേസമയം കംസവധം തുടങ്ങിയ ലീലകളൊക്കെ കാണുവാൻ ആ യശോദാമ്മയ്ക്ക് ഭാഗ്യം സിദ്ധിച്ചില്ല. മറിച്ച് തൻ്റെ പെറ്റമ്മയായിട്ടുള്ള ദേവകീ ദേവിക്കാണ് അതിനൊക്കെയുള്ള ഭാഗ്യം സിദ്ധിച്ചത്. പിന്നീടുള്ള ലീലകളൊക്കെ കാണുവാൻ ഭഗവാൻ ഓരോരുത്തരെയും ഓരോ വിധത്തിലാണ് അനുഗ്രഹിച്ചതല്ലേ. രാസലീലകൾ നടത്തി മറ്റു ഗോപസ്ത്രീകളെയൊക്കെ സന്തോഷിപ്പിച്ചപ്പോൾ, ആനന്ദം പകർന്നു നൽകിയപ്പോൾ വസ്ത്രാപഹരണം നടത്തി തുടങ്ങി എന്തെല്ലാം വെണ്ണ മോഷ്ടിക്കുന്നു തുടങ്ങി എന്തെല്ലാം ലീലകളാണ് ഭഗവാൻ ആ ഗോപസ്ത്രീകളെ രമിപ്പിക്കാനായിട്ട് ഭഗവാൻ ആടിയത്. ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള ഭഗവാന് ഒരല്പം വെണ്ണ മോഷ്ടിക്കുക, എന്നിട്ട് ആ ഗോപസ്ത്രീകൾക്കൊക്കെ ആനന്ദത്തെ പകരുക. എന്താ ഭഗവാന്റെ ഒരു ലീല. അതേ ഭഗവാൻ തന്നെ ഈ യശോദാമ്മയുടെ അടുത്ത് വന്ന, ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിലൊരു നിൽപ്പ് ആ ഗോപസ്ത്രീകളൊക്കെ പരാതി പറയാൻ വരുമ്പോൾ, ഇതൊന്നും എന്നെ ബാധിക്കുന്നതേ അല്ല എന്ന ഒരു ഭാവം അപ്പോഴും അമ്മയുടെ സാരിത്തുമ്പിൻ്റെ പിറകിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഗോപസ്ത്രീകളെ നോക്കി കണ്ണുരുട്ടി കാണിക്കുന്ന ആ കുറുമ്പനായ ഉണ്ണിക്കണ്ണൻ, എന്താ വെച്ചിട്ടുണ്ട്, ഇനി ഞാൻ തരാം എന്നുള്ള മട്ട്. എന്താ ഭഗവാന്റെ ലീല. ഈ മൂന്ന് ലോകങ്ങൾക്കും ഉടയോനായ ഭഗവാനെ അവിടുന്ന് ആരെയും ആനന്ദിപ്പിക്കാതെ ഇരുന്നില്ല, എല്ലാവർക്കും ആനന്ദത്തെ കൊടുത്തു, ശിശുപാലനും കൊടുത്തു. 100 തവണ ഭഗവാനെ മോശമായ വാക്കുകൾ ചൊല്ലി ഭഗവാനെ അധിക്ഷേപിക്കുമ്പോൾ അപ്പോൾ ശിശുപാലൻ അനുഭവിച്ചതും മറ്റൊരാനന്ദം. ആ ഭഗവാനെ മോശം വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കാൻ ഒരവസരം കിട്ടിയത്, അതിലൂടെ ആ ശിശുപാലൻ അനുഭവിച്ചതും ആനന്ദം. ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത് എന്താണോ അതിനനുസരിച്ചാണ് ഭഗവാൻ ഓരോരുത്തർക്കും ആനന്ദത്തെ പ്രദാനം ചെയ്തത്. ആ ഗോപസ്ത്രീകൾക്കൊന്നും ഭഗവാനിൽ നിന്നൊന്നും വേണ്ടിയിരുന്നില്ല, ഭഗവാനെ മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് ഭഗവാനെ അങ്ങയെ തന്നെ നൽകിക്കൊണ്ട് അവരെ അവിടുന്ന് ആനന്ദിപ്പിച്ചു. മറ്റ് ലീലകൾ കാണിച്ചുകൊണ്ട് ആ ഗോപന്മാരെയൊക്കെ ആനന്ദിപ്പിച്ചു. എത്രയെത്ര ലീലകൾ, കാളിയമർദ്ദനം പോലെയുള്ള ലീലകളിൽ തന്നോടൊപ്പമുള്ള സുഹൃത്തുക്കളായി നടന്ന ആ ഗോപബാലന്മാരെ ആനന്ദിപ്പിച്ചു.
തൻ്റെ സാമീപ്യം കൊണ്ട് ഗോകുലത്തിലെ ഓരോരുത്തരെയും ആനന്ദിപ്പിച്ചപ്പോൾ ആ ഒരു കാലം കഴിഞ്ഞ് തൻ്റെ ആ സാമീപ്യവും തൻ്റെ മറ്റുള്ള ലീലകളും കാട്ടി ദേവകീദേവിയെയും വസുദേവരെയും മറ്റോരോരുത്തരെയും ഉദ്ധവരെയും തുടങ്ങി ഓരോരുത്തരെയും ഭഗവാൻ ആനന്ദിപ്പിച്ചു. അങ്ങനെ ഓരോരുത്തരെയും ഭഗവാൻ ആരെയാണ് ആനന്ദിപ്പിക്കാതെ ഇരുന്നത്? എല്ലാവർക്കും ഭഗവാൻ അവരവരുടെ ഉള്ളിലുള്ള വാസനയ്ക്കനുസരിച്ച് ഭഗവാൻ ആനന്ദത്തെ പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെയും ആ യശോദാമ്മയ്ക്ക് ആനന്ദം തന്നെയാണ് നൽകിയത്. എന്താ, ഇവിടെ നിന്നും താഴെ ഇറക്കി ഇരുത്തിയിട്ട് പോയ ആ ഉണ്ണി തൻ്റെ മടിയിലിരുന്ന ഉണ്ണിയെ ലാളിച്ച് മതിയായില്ല എന്ന് തന്നെയല്ല, ഉണ്ണിക്കിപ്പോൾ എന്താണ് ഇത്ര ഭാരം കൂടാൻ എന്നുള്ള ഒരു ആകുലത, എന്നുള്ള ഒരു സന്ദേഹം ആ യശോദാമ്മയുടെ മനസ്സിൽ സദാ ഭഗവാനെ തന്നെ ധ്യാനിക്കുവാനുള്ള ഒരു അവസരമാക്കി മാറ്റിക്കൊണ്ട് ഭഗവാൻ ആ ആനന്ദത്തെ പ്രദാനം ചെയ്യുന്നു. എന്താ ഭഗവാനെ അവിടുത്തെ ലീല എൻ്റെ കണ്ണാ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ഭൂമൗ നിധായ തം ഗോപി വിസ്മിതാ ഭാരപീഡിതാ മഹാപുരുഷമാദധ്യൗ ജഗദാമാസ കർമ്മസു. നോക്കൂ, എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെ അവിടുത്തെ ചിന്തയിൽ മാത്രം മുഴുകിക്കഴിയുന്ന ആ ദേവകീദേവിയുടെ ആ യശോദാമ്മയുടെ മഹാഭാഗ്യം, അതിനൊരവസരം ഒരുക്കി കൊടുത്തു ഭഗവാൻ. കൃഷ്ണ ഗുരുവായൂരപ്പ. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: മഹാപുരുഷമാദധ്യവും, അവിടെ മഹാപുരുഷം ആദധ്യവും ആണ്, അതുകൊണ്ട് മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക. അതുപോലെ ജഗദാമാസ, അവിടെ മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക, ജഗദാം ആസ ആണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്ത ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.